ഈ ശോഷിച്ച മുരിങ്ങാക്കോല് കണ്ടിട്ട് ആരും ഞെട്ടണ്ട, അത് ഇവിടുത്തെ മരത്തിലുണ്ടായതാട്ടോ. ഇത് കിട്ടിയോണ്ട് രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാൻ വിചാരിച്ചു. ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പൊടി സാമ്പാറും കൂടെ ഉണ്ടാക്കിട്ടോ. തേങ്ങ അരയ്ക്കാതെ സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയതാട്ടോ അത്. നോമ്പായതുകൊണ്ട് ഹോട്ടലൊന്നും തുറക്കില്ലല്ലോ, അപ്പോൾ രതീഷേട്ടന് ചോറ് കൊണ്ടുപോകണം. ഇനി മീൻ പൊരിച്ചു കൊടുത്ത്. മൂപ്പർക്ക് നോൺ വെജ് ഇല്ലാണ്ട് ചോറ് ഇറങ്ങാൻ കുറച്ച് പണിയാണ്. ഒരു ചെറിയ കുപ്പിപ്പാട്ടായിട്ട് കുറച്ച് സാമ്പാർ ഇട്ട് കൊടുത്ത്, പിന്നെ ചോറ്റും പാത്രത്തിൽ കുറച്ച് ചോറ് ഇട്ടിട്ട് അതിൽ 2 മീനിൻ്റെ കഷ്ണം കൂടെ വെച്ച് കൊടുത്തിട്ട് മൂപ്പരെ ചോറ്റും പാത്രം സെറ്റാക്കി. ചോറ്റും പാത്രത്തിൻ്റെ മൂടീൻ്റെ ഭംഗി ആരും നോക്കണ്ട, അത് കുറച്ച് നെളിങ്ങീണ്. പിന്നെ ഒരു പ്ലേറ്റ് കൊടുത്തു വിടലുണ്ട് ചോറ് തിന്നാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന്. പിന്നെ രതീഷേട്ടൻ പോയപ്പോൾ ഞാനും ചന്ദ്രനും കൂടെ ഇഡ്ഡലിയും സാമ്പാറും കൂട്ടിയിട്ട് രാവിലത്തെ ചായ അങ്ങോട്ട് കുടിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.